അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മുടെ കൊടിയത്തൂരിൽ കോളിളക്കം സൃഷ്ടിച്ച ഒരു സംഭവമാണത്. യുവാക്കൾ, പ്രത്യേകിച്ചും മതത്തിനെ പറ്റി കൂടുതൽ അറിയാത്ത ആൾക്കാർ, ഇവരുടെ പ്രചരണത്തിൽ അകപ്പെട്ടുകൊണ്ട് ഒട്ടനവധി കുടുംബങ്ങളും വ്യക്തികളും കാദിയാനിസത്തിലേക്ക് പോയി. അവർ പറഞ്ഞു ഈസാ നബി മരിച്ചുപോയി. നമ്മൾ മുസ്ലിങ്ങൾ പറയുന്നു ഈസാ നബി മരിച്ചിട്ടില്ല, അള്ളാഹുവിലേക്ക് ഉയർത്തിയതാണെന്ന്. പക്ഷേ അവർ ഓരോ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് ചെറുപ്പക്കാരെ ആകർഷിച്ചിട്ട് എല്ലാ കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് എന്ന ആയത്തോതി എല്ലാ പ്രവാചകന്മാരും മനുഷ്യരും മരിച്ചു പോകും, ഇദ്ദേഹം മാത്രം എങ്ങനെയാണ് അതിൽ നിന്ന് ഇളവ് നൽകുന്നത് എന്ന ചോദ്യത്തിലൂടെ ആണ് ജനങ്ങളെ വഞ്ചിക്കുന്നത്. പ്രവാചകനാണ് എന്ന് ഫസ്റ്റ് പറയില്ല, മുഹദ്ദിസാണ് മറ്റുള്ള കാര്യങ്ങളെ പറഞ്ഞിട്ട് ചെറുപ്പക്കാരെ അങ്ങനെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങളന്ന് ചെറിയ കുട്ടികളാണ്. കൊടിയത്ത് അഹമ്മദ് ഖാദിയാനിയാ പറഞ്ഞില്ല, മുഹദ്ദിസാണ് ഇതിനെങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇറങ്ങിയ ആയത്തൊന്നുകൂടെ തദ്കിറ എന്ന് പറഞ്ഞ ഒരു ഖുർആൻ പോലുള്ള ഒരായത്തിൻ്റെ ക്രോഡീകരണമാണ്. പക്ഷേ അതിവിടെ കാണിക്കുകയോ പ്രചരിപ്പിക്കുകയോ ഒരു ഖുർആനും ഹദീസും തന്നെയാണ്. ഇതിനല്ല ഒരു പ്രാമുഖ്യം നൽകേണ്ടത്. ഓല ഖുർആൻ ഇവിടെ പറയില്ല, തദ്കിറ ആർക്കും ഓർമ്മ തന്നെ ഉണ്ടാവില്ല ഈ സംഭവം എന്താണെന്ന്. അത് ഖുർആനെയും ഇത് ആയത്തും ഓതിട്ട് അവരെ വഞ്ചിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിയത്. അന്ന് മുബാഹല നടക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. കേരളത്തിൻ്റെ നാനാഭാഗം അന്ന് ഇത്രമാത്രം സൗകര്യങ്ങളോ യാത്രാ സൗകര്യങ്ങളോ ഒന്നുമില്ല. കാൽനടയായി 10 കിലോമീറ്റർ അരീക്കോടുമൊക്കെ നടന്നു വന്നവരുണ്ട്. അന്ന് മൗനമായിട്ട് ഭയങ്കര സംഭവം സംഭവിക്കാൻ പോകണമെന്നും അതിൻ്റെ പ്രാർത്ഥന സമയത്ത് എല്ലാവരും വളരെ ബേജാറോട് കൂടിയാണ് കാത്തിരുന്നത്, എന്തെങ്കിലും സംഭവിക്കും അവര് ശാപപ്രാർത്ഥനയാണ് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ അതിനൊരു തിരുത്തം എന്താ വെച്ചാൽ നമ്മൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചോട് നമ്മൾ ഈമാനിയമായി നമ്മൾ പറയുമ്പോൾ ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു ഒരാളുടെ പ്രാർത്ഥന നശിക്കുന്നവരല്ല. മുസ്ലിങ്ങളോ ഇസ്ലാം സമുദായമോ അങ്ങനെയല്ലേ? അന്നിട്ട് അവരുടെ പ്രാർത്ഥന ഫലിക്കുമോ ഇല്ലേ കാണാനായിരിക്കും ജനക്കോടിയോ. അങ്ങനെയാണെങ്കിൽ ഉടൻ തന്നെ ഇത് സംഭവിക്കും എന്നുള്ള പ്രതീക്ഷ. പക്ഷെ അതൊന്നും സംഭവിച്ചില്ല. ഇന്നേ വരെ അവർ പങ്കെടുത്ത ആൾക്കാർ മരിച്ചിരുന്ന് തീർന്നു പോയി. നമ്മളിൽ 1, 2, 3 ആൾക്കാർ മാത്രമേ ഇതുവരെയായിട്ട് മരിച്ചിട്ട് തന്നെ ഉള്ളൂ. പക്ഷെ അള്ളാഹിന്റെ ഖദാനാണ്, നമ്മൾ അത് എതിർക്കാൻ പാടില്ല. എങ്കിലും ഓലെ വെല്ലുവിളി നേരിട്ടത് കൊണ്ട് ഈ കൊടിയത്തൂരിൽ അത് വംശനാശം സംഭവിച്ചു പോയി. പിന്നെ അതിൻ്റെ ശേഷം ഒറ്റൊന്ന് പെറ്റുപെരുകിയിട്ടില്ല. അവരതിൽ നിന്ന് 2, 3 കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത്. അതിൽ നിന്ന് പെറ്റുപെരുകുന്നവർ മാത്രമേ ഉള്ളൂ. ഇപ്പൊ സീനിയേഴ്സ് 4, 5 പേര് മാത്രമേ ഇവിടെ അവശേഷിക്കുന്നുള്ളൂ. ഈമാനോട് ഇത് നിലനിൽക്കണമെന്ന് ഞാൻ ഇവിടെ 1, 2 പ്രവർത്തകരോട് പറയുന്നുണ്ട്. ഒരു 10, 15 കൊല്ലൂടി ഇത് കൊണ്ടെടുക്കാൻ ആളുണ്ടാവുള്ളൂ. ഇതോടുകൂടി ഇത് നശിക്കും എന്ന് പറഞ്ഞ് ശരിക്കും അതിനെപ്പറ്റി പഠിച്ചവർ വളരെ കുറവാണ്. ആദ്യം അവരെ അവതരിപ്പിക്കുന്ന പ്രശ്നങ്ങളൊക്കെ നല്ല നല്ല പണ്ഡിതന്മാർ അവരെ കൂട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെ ആധികാരികമായി സംസാരിക്കാനോ അങ്ങനെയുള്ള ആൾക്കാരോ വളരെ കുറവാണ്. കുറച്ച് ചെറുപ്പക്കാർ മാത്രം, 50, 60 വയസ്സിന് താഴെയുള്ള. ഇത് നടക്കുന്ന ആ സമയത്ത് ആ കാലഘട്ടത്തിലൊക്കെ വെച്ചാല് നമ്മുടെ പുതിയപ്പൂരില്ല ലോകസ്ഥാനം എന്ന് പറയാം, പട്ടിണിയും പ്രാരാബ്ദം കൊണ്ട് ജീവിക്കുന്ന സമയത്ത് ആ സമയത്ത് ഓരോരുത്തരും ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തിട്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്ത് ഓട്ടോറിക്ഷ കൊടുത്തതിലൊക്കെ തിരിച്ചു കൊടുത്തതിലൊക്കെ ഉണ്ട്. ഉന്തുവണ്ടി കൊടുത്ത് പലതും കൊടുത്തിട്ട് ഇതെന്താ പറയുക, ഈസാ നബി മരിച്ചു പോയിട്ട് ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ മസീഹ് വന്നിട്ടോ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ സമുദായം ഉണ്ടായി. ഇതെന്താണ് സംഭവം എന്ന് പോലും അറിയില്ല. എന്നിട്ട് ഞങ്ങൾ ആൾക്കാരാണ് സഹായിക്കുന്നവരാണെന്ന് പറഞ്ഞാൽ ഒരു ഉന്തുവണ്ടി ഓട്ടോറിക്ഷ അത് തിരിച്ചു കൊടുത്തവർ ഇത്ര ആൾക്കാർ കേട്ടിട്ടുണ്ട്. ഒരു പറ അരിയും 1000 റുപ്യയും ഇന്നത്തെ ലക്ഷങ്ങളുടെ വില വരുന്ന 1000 റുപ്യയും കൊടുക്കും. ഒരു പറ നെല്ലും കൊടുത്താണ് മയ്യത്തിൽ നിന്ന് ഒരു ഓഫർ അവർ പറഞ്ഞിരുന്നു. ഇവിടെ അങ്ങനെ പ്രധാനമായിട്ട് പറയാൻ കാരണം എന്താ, MA മുഹമ്മദ് സാഹിബ് എന്ന് പറഞ്ഞ ഒരാളുടെ അദ്ദേഹത്തിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന കുറേ അന്ന് കൂപ്പ് ബിസിനസ് ആയിരുന്നു. അതിലെ കുറേ ആൾക്കാർ അതിവിടെ ഇടപെട്ട അധികാരി നെയ്ഡ് സാഹിബ്, അയാൾക്കും ഒരുപാട് സ്വാധീനം. അങ്ങനെ അവരുടെ കിങ്കരന്മാരും പണിക്കാരും ആയ ആൾക്കാർ, കുറച്ച് ആൾക്കാർ ക്ലർക്കന്മാരൊക്കെ ആയവരാണ് ആദ്യമായി ഇതിലേക്ക് ബൈഅത്ത് ചെയ്യുന്നത്. കാരണം ഓൽ നല്ല നിസ്കരിക്ക് നോൻപോറ്റൊക്കെ ആൾക്കാരായി അവർക്ക് തോന്നി ഇതാണ് നല്ല വിശ്വാസം. ഇവിടെ എത്രയോ ആൾക്കാർ, ഇപ്പോൾ പേര് പറയാൻ പറ്റൂല, ഒരുപാട് ആൾക്കാർ മദ്യപാനികളും മറ്റുള്ളവരൊക്കെ തിരിച്ചു വന്നപ്പോൾ ബലിലേക്കാണ് പോയതെന്ന്. എന്താ ഈ ജീവകാരുണ്യ പ്രവർത്തനം കൊടുത്തിട്ട് അവരെ കൊണ്ടുവരുന്നത്. ജീവകാരുണ്യ പ്രവർത്തനം കൊണ്ട് ദൈവത്ത് നടത്താൻ കഴിയില്ല. 1 ചാക്ക് പഞ്ചസാര കൊടുത്തിട്ടുണ്ടെങ്കിൽ 2 ചാക്ക് പഞ്ചസാര ആരാ തരുന്ന വെച്ചാൽ അവൻ്റെ ഭാഗത്തേക്ക് പോകും. ആദർശം വ്യക്തമായി ഉൾക്കൊള്ളുവാൻ മാത്രമേ ഇത് കൈകാര്യം ചെയ്യുള്ളൂ. അവരുടെ കുടുംബത്തിൽ തന്നെ ആളുകൾ ഇങ്ങോട്ട് അതുപോലെ വരെ പോയില്ല. അതിന്റെ ശേഷം ഒരുപാട് ആൾക്കാർ വന്ന്, പിന്നെ MNന്റെ മരുമകന് ഓരോ ഫാമിലി ഒന്ന് വന്ന കുട്ടി സാഹിബ് പോലെ ഒരുപാട് മൻസൂർ സാഹിബ് ഒരുപാട് ആൾക്കാരതിന് ശേഷം തിരിച്ച് അവസാനം ബിച്ചിങ്ങാക്ക മലെ ഓലും കൂടി വന്ന് അവസാനം വരെയുള്ള ആൾക്കാർ തിരിച്ചു വന്നു. അൽഹംദുലില്ലാ ഇപ്പം നല്ല സിറ്റുവേഷനിൽ അതിൽ നിന്ന് പെറ്റുപെരുകി 1, 2 ഫാമിലി മാത്രമേ ഉള്ളൂ. അത് ദഅ്വ രംഗത്തും മറ്റുള്ള ആദർശ രംഗത്ത് പിടിച്ചാൽ അവർക്ക് കഴിയുന്നില്ല. അത് തൊണ്ട് നയങ്ങൾ പറഞ്ഞിട്ട് പിടിച്ചു നിൽക്കുക എന്ന് മാത്രം.
ഇപ്പം ഞങ്ങളേടെ അറിയാം അഞ്ചുമൻ ഇഷായത്തെ ഇസ്ലാം എന്ന കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന പ്രബോധന വിഭാഗമാണ്. ഇവിടെ എല്ലാവരും കൂടി യോജിച്ചുകൊണ്ടുള്ളതാ. ഇവരെവിടെ ഉണ്ടോ അവിടെ പോവില്ല, അവരോട് സംസാരിക്കാനും ഉണ്ടാവില്ല. ബാക്കിയുള്ള ഈ ആൾക്കാരോട് മാത്രമേ അവന് സംവാദത്തിന് തയ്യാറാവുള്ളൂ. അഞ്ചുമൻ ഇഷായത്ത് ഇതിൽ പങ്കെടുക്കുന്നുണ്ട് എതിർകക്ഷിയായി എന്ന് പറഞ്ഞാൽ എന്നാൽ ഞങ്ങളില്ല എന്ന് പറഞ്ഞിട്ട് മുഖാമുഖത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരവസ്ഥയാണെന്നുള്ളത്. ഏതായാലും നമ്മുടെ നാടിനും നമ്മൾ വെക്കാൻ പറ്റിയിട്ടുള്ളത് ഇതെല്ലാം ഒരു സൽക്കർമ്മയുള്ള സ്വീകരിക്കുന്നവരോട് ഇതിൽ അഭിമുഖത്തിന് തയ്യാറായ ഓയ് മാഷും അബ്ദുസമദ് കർണാട്ടിൽ, അബ്ദുള്ള മാഷ് പുതിയോട്ടിൽ, ഇവർക്കെല്ലാം ഹുസൈൻ മാഷ് കാരാട്ട്, ഇവർക്കെല്ലാം നന്ദിയും നമ്മുടെ കടപ്പാടും അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും സലാം. وكانوا قدوة للناس هنا مروا وكانوا قادة أطهار هنا مروا وكانوا قدوة للناس.